ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം, ഒരു ബന്ധത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് ഒരു നാർസിസിസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നാർസിസിസ്റ്റ് ആണോ എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അമിതമായ സ്നേഹമാണ്. അതായത് ഇവർ ഒരുപാട് നിങ്ങളെ അങ്ങോട്ട് പ്രണയിക്കും എന്നുള്ളതാണ്. ഒരുപാട് സ്നേഹം അവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ സ്റ്റാർട്ടിങ് തന്നെ അങ്ങനെ ഒരു സ്നേഹം നമുക്ക് ഒരു നല്ല ശരിക്കുമുള്ള ജെന്യൂൻ റിലേഷൻഷിപ്പിൽ കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ബിക്കോസ് ആ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇവർ പരസ്പരം മനസ്സിലാക്കി വരുന്നൊരു സ്റ്റേജാണ്. അപ്പോൾ ആ സ്റ്റേജിൽ നമ്മൾ അമിതമായിട്ട് നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ ഇവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നല്ല, നിങ്ങളെ അവരുടെ വലയത്തിൻ്റെ ഉള്ളിലാക്കുക എന്നുള്ളതാണ്. മീൻസ് നിങ്ങൾ അവരെ വിട്ട് പോവാതെ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ അമിത സ്നേഹം അവർ കാണിക്കുന്നുണ്ടാവുക. അതായത് എന്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അവരെ വിട്ട് പോകാനായിട്ട് പാടില്ല. അപ്പം നമുക്ക് ഒരാൾ നമ്മളോട് ഒരുപാട് സ്നേഹം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ ഇഷ്ടം അവരിലേക്ക് പോകും. അപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ അവരുടെ കൂടെ ഇങ്ങനെ നിൽക്കും. കാരണം നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് ഇയാൾക്കാണ് എന്നെ ഒരുപാട് ഇഷ്ടം, അല്ലെങ്കിൽ ഇവൾക്കാണ് എന്നെ ഒരുപാട് ഇഷ്ടം, വേറെ ആരേക്കാൾ കൂടുതലായിട്ട് ഇവരാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇവർ നമുക്ക് ഉണ്ടാക്കുന്നൊരു വലയമാണത്. അതായത് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കിടക്കാന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല. സ്നേഹം കൊണ്ട് ഇവർ നമ്മളെ പൊതിയുന്ന ഒരു രീതിയാണത്. മീൻസ് നമ്മുടെ മനസ്സിന് ടോട്ടൽ കീഴടക്കുന്ന ഒരു രീതിയാണ് ഈ ഒന്നാമത്തെ ഈ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് അമിതമായ സ്നേഹം കാണിക്കുക എന്നുള്ളത്. സോ ഇത്തരത്തിൽ അമിതമായി ആ വ്യക്തി നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അങ്ങനെ അവർ നിങ്ങളെ അമിതമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരൊരു നാർസിസിസ്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് വേഗത്തിലുള്ള ബന്ധമാണ്. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഈ ബന്ധം വളരെ വലുതാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ പെട്ടെന്ന് ഇഷ്ടത്തിലാവുന്നു, എല്ലാ രീതിയിലും നമ്മളോട് ഓപ്പണായിട്ട് സംസാരിക്കുന്നു, വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ആ റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. മീൻസ് അത്ര റിസ്ക് ഉള്ള കാര്യമായിട്ട് നമുക്ക് തോന്നില്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ സ്നേഹിക്കുന്ന ആൾ വളരെ സിമ്പിളായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ അയാൾ എന്നോട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അമിതമായി സ്നേഹം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ വലിയ രീതിയിലേക്ക് എത്തി, മറക്കാൻ പറ്റാത്ത അത്രയും വലിയ രീതിയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് പേര് പറയാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല. മീൻസ് ജെന്യൂൻ റിലേഷൻഷിപ്പിൽ ഒരിക്കലും നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്ത അത്രയും ഇഷ്ടമായി മാറില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മനസ്സിലാക്കുന്ന സ്റ്റേജ് മാത്രമാണത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് അവരെ മറക്കാൻ പറ്റില്ല, ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ള രീതിയിലേക്ക് പോവുള്ളൂ. സോ വളരെ വേഗത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വലുതായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, മീൻസ് നിങ്ങൾ അത്രയും അതിലേക്ക് അഡിക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവര് നാർസിസിസ്റ്റ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെറ്റ് ചെയ്യില്ല എന്നുള്ളതല്ല അർത്ഥം. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു ധാരണ അവരുണ്ടാക്കും എന്നുള്ളതാണ്. അതായത് ഞാനൊരു തെറ്റും ചെയ്യാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നത് കേൾക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാത്ത ആളുകളായിട്ടൊന്നും ആരുമില്ല. നമ്മളൊരു കൊതുക് കടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും തല്ലിയിരിക്കും. അത് മനുഷ്യ സഹജമാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ധാരണ കൊണ്ടുവരുന്ന ആളുകളുണ്ടെങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണത്, അവർ വളരെ ക്വാളിറ്റി ഉള്ള പേഴ്സൺ ആണ്, അതല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത വളരെ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയായിരിക്കും അത്. അതല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ കളിക്കാൻ കഴിയുന്ന വ്യക്തികളായിരിക്കും ഇവരെന്ന് പറയുന്നത്. സോ ഇങ്ങനെ, അതായത് ഞാനൊരു തെറ്റും ചെയ്യാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്കൊരു തെറ്റും ചെയ്യാൻ കഴിയില്ല എന്നൊരു ധാരണ അവർ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ്. ദെൻ നാലാമത്തെ പോയിന്റ്, ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് അവർ തന്റെ ഭൂതകാലത്തെക്കുറിച്ച് വളരെ പെട്ടെന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഭൂതകാലങ്ങളിൽ അവർക്കുണ്ടായിട്ടുള്ള മിസ്റ്റേക്കുകൾ അവർ പറയുന്നുണ്ടാവില്ല, പക്ഷെ അവർ ചതിക്കപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അതായത് മറ്റുള്ളവർ അവരെ പറ്റിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരെ ചതിച്ചിട്ടുണ്ടെങ്കിലോ ഒക്കെ ആ കാര്യങ്ങൾ നിങ്ങളോട് വളരെ പെട്ടെന്ന് അവർ പറയുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വളരെ പാവമാണ്, ബാക്കിയുള്ളവർ അവരെ മുതലെടുക്കുകയാണ് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള രീതിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ പറയുമല്ലോ, അവള് ഭയങ്കര പാവാട, അല്ലെങ്കിൽ അവൻ ഭയങ്കര പാവാടി, ഞാൻ എന്താ പറയുക, ഞാൻ ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, മറ്റുള്ളവർ ഭയങ്കരമായിട്ട് അവരെ യൂസ് ചെയ്യാണ്, സത്യം പറഞ്ഞാൽ ഇത്രയും പാവായിരിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പല ആളുകളെയും പറയാറുണ്ട്. ഈ രീതിയായിരിക്കും അവരിവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തി വളരെ നല്ല വ്യക്തിയാണ്, വളരെ പാവമാണ് എന്നുള്ള രീതിയിലേക്കുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഭൂതകാലത്തുള്ള
അവർക്ക് പറ്റിയ തെറ്റുകൾ അവർ പറയുന്നുണ്ടാവില്ല, പകരം മറ്റുള്ളവർ അവരോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ മാത്രം നിങ്ങളോട് പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, 5th പോയിന്റ് എന്ന് പറയുന്നത് അമിതമായ സമ്മാനങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയും. നമ്മൾ സാധാരണ ഒരു റിലേഷൻഷിപ്പിൽ ഗിഫ്റ്റുകൾ കൊടുക്കും എന്നുള്ളത് ശരിയാണ്. ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഗിഫ്റ്റുകൾ നമ്മൾ കൊടുക്കണം. പക്ഷേ അമിതമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതായത് സാധാരണ റിലേഷൻഷിപ്പിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുത്താൽ പോലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് വലിയ കാര്യമായിരിക്കും, അവർ സന്തോഷിക്കുന്നതാണ്. പക്ഷേ നമ്മൾ പറയാറുണ്ട് അമിതമായാൽ അമൃതം വിഷാണെന്നുള്ളത്. അതേപോലെ തന്നെ അമിതമായിട്ട് ഒരു ഗിഫ്റ്റുകൾ തരുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഗിഫ്റ്റുകൾ തന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് വില ഉണ്ടാവില്ല. പിന്നെ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ തരുമ്പോൾ നമുക്ക് ഇഷ്ടമാവും. അതായത് എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമാവും. അതേപോലെ നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ ആൾ അടിപൊളിയാണ്, അല്ലെങ്കിൽ ഇവള് സൂപ്പറാണ്, എനിക്കിങ്ങനെ കുറേ ഗിഫ്റ്റ് തരുന്നുണ്ട്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഗിഫ്റ്റുകൾ തരുന്നത്. അങ്ങനെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് എല്ലാവരുടെ മനസ്സിൽ അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോൾ ആരെങ്കിലും ഗിഫ്റ്റുകൾ തരാണെങ്കിൽ നമ്മൾ വിചാരിക്കും എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ എനിക്ക് ഗിഫ്റ്റ് തന്നത് എന്ന് വിചാരിക്കും. ഈ സംഭവം തന്നെയാണ് ഇവരിവിടെ ട്രൈ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഗിഫ്റ്റുകൾ തന്നുകൊണ്ട് നമ്മളെ അവരുടെ ഭാഗത്തേക്ക് ആക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അവരിലേക്ക് അഡിക്റ്റ് ആയി പോവുകയാണ് ചെയ്യുക. പിന്നീട് നമുക്ക് അവരെ വിട്ടു പോകാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യം. നമുക്ക് നമ്മുടെ മനസ്സിനെ പോലും പറഞ്ഞു മാറ്റാനായിട്ട് കഴിയില്ല. എനിക്ക് അവനില്ലാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ അവളില്ലാണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ ഈ രീതിയിൽ അവർ പെരുമാറുന്നുണ്ടെങ്കിൽ, അതായത് അമിതമായി നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ തരുന്നുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റുകൾ തരികയാണ്, ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തി നാർസിസിസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എങ്ങനെയുള്ള പേഴ്സൺ ആണ് എന്നുള്ളത്. സോ നാർസിസിസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾ ബ്രേക്കപ്പ് ആകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവരുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. ഈ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ, ഈ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ അവർ കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര കെയർ ആണ്, ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് ലൈഫ് പോകാന്നുള്ളത്. ഒരു കാരണവശാലും അങ്ങനെ ആവില്ല സംഭവിക്കുന്നുണ്ടാവുക. ഒരു ജെന്യുൻ റിലേഷൻഷിപ്പിൽ നമുക്ക് ഇങ്ങനെ ഒരിക്കലും കാണാനായിട്ട് കഴിയില്ല. അമിതമായി എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അമിതമായ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ റിലേഷൻഷിപ്പ് തീരെ തൃപ്തികരമായിരിക്കില്ല എന്നുള്ളത്. സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിട്ട് തോന്നും, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് റിലേഷൻഷിപ്പ് തോന്നുന്നുണ്ടാവും, പക്ഷേ ഫ്യൂച്ചറിൽ അങ്ങനെ ആയിരിക്കില്ല. സോ ഇങ്ങനെ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് പറ്റുമെന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്